ഇതനക്ക് പറ്റിയത് അതിനെങ്ങനെ നിങ്ങൾ ആ തന്ത ഉണ്ടാവുന്ന കാലം വരെ നിങ്ങൾക്ക് രണ്ടാക്കും പെണ്ണ് ശരിയാവില്ല. ആദ്യം ആ തന്തനെ എവിടെയാണെങ്കിലും കൊണ്ടുപോയിട്ട് മൂടണം. നിങ്ങൾ ആദ്യം നിങ്ങളെ തന്തനൊന്ന് നിലക്ക് നിർത്തി, എന്നിട്ട് നിങ്ങൾ പെണ്ണ് തരാൻ നോക്കി. ആദ്യം അയാളൊന്ന് നിലക്ക് നിർത്തി. അല്ലാതെ ഇപ്പത്തെ കാലത്തൊന്നും നിങ്ങൾക്ക് രണ്ടാക്കും പെണ്ണ് ശരിയാവൂല അല്ലേ? ഹലോ. ആ പറഞ്ഞു നാവെടുത്തില്ല. ആ തന്തനെ കുളത്തിന്റെ അവിടെ ആരൊക്കെ പിടിച്ചു കൊണ്ടുതരേ? എന്തിയപ്പോ ഞങ്ങൾ ഇവിടെ രണ്ടാവോടും പറഞ്ഞത് ഇതന്നെ നിങ്ങളെ തന്തന്റെ പ്രശ്നം. പൊന്നാന്റെ തന്ത നിങ്ങൾ എപ്പം നോക്കിയാലും എന്റെ പെണ്ണുങ്ങളെ നോക്കില്ലേ? നിങ്ങൾക്ക് വേറെ എത്രങ്ങാനും പെണ്ണുങ്ങൾ നോക്കാൻ? എന്റെ പെണ്ണുങ്ങളാന്ന് ഇല്ലടാ, എല്ലാരും ഒരുപോലെ അതോട്ടാടാ. തന്ത എന്റെ പെണ്ണുങ്ങൾ നിങ്ങളെ പെണ്ണുങ്ങളാ. എന്റെ പെണ്ണുങ്ങൾ നിങ്ങളെ പെണ്ണുങ്ങളായിട്ട് കാണാൻ നിൽക്കണ്ട കേട്ടോ. ഇപ്പൊക്കെ മനസ്സിലായടാ. ഞാൻ ഇവിടെ വന്നത് എന്തിനാന്നറിയോ? എടാ, അപ്പുറത്തെ ശാന്ത കുളിക്കാൻ വന്നായിരുന്നു. ഓള് 4-5 ദിവസമായിട്ട് ഓള് സോപ്പ് കൊണ്ടുവരൂല. എന്നിട്ട് ഇവരൊക്കെ പാടിട്ട് കളിയാക്കി. അടക്കൊരു സോപ്പ് കൊടുക്കൂടെയത്. അപ്പൊ ഞാൻ ഓളത്തുനിന്ന് സോപ്പ് കൊടുന്ന് എനിക്ക് സോപ്പ് ഉണ്ടാൻ വേണ്ടി പൊട്ടിച്ചു കുട്ടികളെ തന്തനെ പൊട്ടിച്ചിട്ടില്ല, പൊട്ടിച്ചാൻ കിടക്കണല്ലോ കേട്ടോ. അല്ല, അതിന് തന്ത എവിടെ? തന്തനെ അങ്ങനെ വിടാൻ ചെയ്തിട്ടില്ല കേട്ടോ. തന്തനെ 2 പൊട്ടിച്ചിട്ടല്ലേ വിടാ കേട്ടോ. ഇപ്രാവശ്യം ഒന്ന് വെറുതെ വിടും. ഇനി ഒരു തെറ്റും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. അല്ലല്ല, നിങ്ങൾ പറഞ്ഞില്ല തലല്ല, ഇനി ഉണ്ടാവില്ല, ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ തന്താന്റെ നാട്ടിൽ കൂടെ കാട്ടിക്കൊണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്. നിങ്ങൾ ഈ കോലത്തിലെ പോണിച്ചോലേ, ഞങ്ങള് നാട്ടുകാരിൽ മാനം കയറാണ്. ഞങ്ങൾക്ക് കാലകാലം പൊന്നിട്ടില്ല. നിങ്ങളല്ല ഇതിന് മുന്നിട്ടിറങ്ങാൻ ഞങ്ങൾ കല്യാണം കഴിച്ചാറുണ്ട്. ആൾക്കാർ ഇങ്ങനെ പലതും പറയും. ഞാൻ അകത്തരക്കാരനൊന്നല്ല. എടാ, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാച്ച കടയിൽ പോയിക്കോടാ. ഇപ്പോഴും നിങ്ങളെ ന്യായീകരിക്കുക തന്നെയാണ്. നിങ്ങളെ തെറ്റ് നിങ്ങൾ സമ്മതിക്കണില്ല. ഞങ്ങൾ ഇവിടുന്ന് എങ്ങോട്ട് ഇറങ്ങി പോണ്? നിങ്ങൾക്കൊരു വിചാരമുണ്ട് ഒരു കല്യാണം കഴിച്ചിട്ട് നടക്കണം എന്നുള്ളത്. അത് ഞങ്ങൾ രണ്ടാളും ജീവിച്ചിരിക്കുമ്പോ നടക്കൂല. ആദ്യം ഞങ്ങളെ കല്യാണം നിങ്ങൾ നല്ലതിലൊക്കെ നടക്കാൻ നോക്കി. മനുഷ്യന്മാരെ കൊണ്ട് നല്ലത് പഠിപ്പിക്കുക ആദ്യം. ഇതിനെ വല്ല അനാഥാലയത്തിൽ കൊണ്ടാക്കിയാൽ നമ്മളെ കാര്യം തരണം. അതിച്ച് പറഞ്ഞ് വളരെ കറക്റ്റാ. അതാ നല്ലത്. ഇന്നെന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ തന്ത കടന്നു. നമ്മളെ കല്യാണം കഴിഞ്ഞൊക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പെണ്ണുങ്ങളെങ്ങാനും നോക്കാണ്ടായി. അതിനിപ്പോ കടന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ ബ്രോക്കറെ കണ്ട് നമുക്ക് സംസാരിച്ചു നോക്കാം. എന്തെങ്കിലും ബ്രോക്കർ ആരെ പിടിച്ചിട്ടല്ല. അല്ല, എന്താ പ്രശ്നമെന്നോ? ഇവന്റെ മകൾക്ക് ഇയാളൊരു കല്യാണാലോചന ഈ നാട്ടിൽ വന്ന് അന്വേഷിച്ചപ്പോഴേ ആ കുടുംബം മഹാമോശാന്നാ പറയുന്നത്. നമ്മളെ കല്യാണക്കാരിയാണ്. അങ്ങനെ കല്യാണം നടത്താൻ പറ്റില്ല. ഒരു കുട്ടിനെ കെട്ടിക്കുന്ന കാര്യമില്ലത്. അത് ഞങ്ങൾ പിന്നെ അതൊക്കെ പോട്ടെ. എന്നോട് ഒരു കാര്യം പറയാനുണ്ട്. പിന്നെ ഞങ്ങളെ തന്തപ്പൊടി ഒരു ഭാഗം കുഴഞ്ഞ് കടന്നുക്കണു. അപ്പൊ ഞങ്ങൾക്ക് വീട്ടിൽ ഒരാള് വേണം. അർജന്റായിട്ട് ആദ്യം ഒരാളെ കല്യാണം കഴിക്കണം. അത് നിങ്ങൾ എന്തെങ്കിലും മാർഗം കാണിച്ചു തരും. കല്യാണം എന്തായാലും നടക്കൂല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓംനൈസിന് വേണമെങ്കിൽ ഒപ്പിച്ചുതരാം. അതെ, ഞങ്ങള് രണ്ടാളും കല്യാണം കഴിച്ചിട്ട് നിങ്ങളെ നോക്കാൻ ഒരാളെന്നുള്ളത് പ്രതീക്ഷ അത് ഈ ജന്മത്തിൽ നടക്കൂല. പിന്നെ നിങ്ങളെ നോക്കാൻ ഒരാൾ എന്തായാലും വേണല്ലോ. അപ്പൊ ഒരു ഹോം നേഴ്സിനെ സെറ്റാക്കി തരാന്ന് നമ്മളെ ബ്രോക്കർ പറഞ്ഞിട്ടുണ്ട്. വല്ലാതെ അളകണ്ട. ഒരു ഭാഗം തളർന്നു കിടക്കാന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണം. അതെ, നിങ്ങൾ നോക്കാനോ ഹോം നേഴ്സ് എത്തിയിട്ടുണ്ട്. നിങ്ങളെ തളർന്ന കജ്ജും ചെയ്യാൻ പറ്റിട്ടില്ലല്ലോ. അടങ്ങി ഒതുങ്ങി കടന്നോണ്ട്. ഇതാണ് നമുക്ക് നോക്കേണ്ട ആള്. തനിക്കെന്താ എത്ര നാണം?
കാരണം എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, ഒക്കെ ശരിയാവും, ഒക്കെ ശരിയാവും. ഒക്കെ ശരിയാവും, ഒക്കെ ശരിയാവും. ശരിയാ. ആ ദാക്ഷ എനിക്ക് സോപ്പ് എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം. വെറുതെ അല്ല ഈ കിടത്ത് കിടക്കണേ. അതിനെ ചാടിയിട്ടല്ലോ വെള്ളം എടുക്കുന്നു, കോരിയിട്ടല്ലേ. വെള്ളം കുറയൊന്നും അറിയില്ലല്ലേ? ടയറൊക്കെ ആദ്യം കിറ്റി പണിക്കുന്നു. ഞാൻ എനിക്ക് വീട്ടിൽ അവിടെ തേങ്ങ വിളിക്കല്ലേ? അല്ല, വാഴ വെട്ട. ഞാൻ അവിടെ ഉണ്ടാവുമ്പോ എന്നെ തുടങ്ങാറാവണം. ഞാൻ വിളിച്ചേരി. എന്നതാ പൊളിക്ക്. അതേ, എനിക്കൊരു അനിയുണ്ട്. ഓനെ സൂക്ഷിച്ചോണ്ടു. ഓനെ തന്തന്റെ അതേമാതിരിയാ. ഇയാള് മാത്രം തന്റെ മകൻ തന്നെയല്ലേ? ഞാനും അതിന് മരുന്നല്ല, ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡാ. ആ, നിങ്ങള് ഫാമിലി ആയിട്ട് സ്റ്റാൻഡേർഡ് ആൾക്കാരാന്ന് എനിക്ക് വന്നപ്പോഴേ മനസ്സിലായി. അതാണ്. കുട്ടിയേ, എന്റെ നെഞ്ഞു വേദനിക്കണേ. കുട്ടിയെ ഒന്ന് ഓടി വായോ, എന്റെ നെഞ്ഞു വേദനിക്കണ കുട്ടിയെ. ഒന്ന് ഒഴിഞ്ഞു വരും എന്റെ കുട്ടിയെ, ഒന്ന് ഒഴിഞ്ഞു വരും. അയ്യാ പേടിക്കണ്ട, ഇതൊക്കെ എപ്പോഴും ഇല്ല തന്നെയാണ്. മുറപ്പുള്ള കയ്യാടാ ഇത്. വേദന കൂടുതൽ കടന്നു പോയിക്കട. ആ മയുള്ള കയ്യിനെ വിളിക്കടാ. ഇത് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല, ഇത് സ്ഥിരം ഉണ്ടാവണയാണ്. അല്ല, എന്തെങ്കിലും ആപ്പാക്ക് പറ്റിയത്? എന്താ അറിയില്ല, ഇന്നലെ ചോറ് കഴിച്ചപ്പോ പെട്ടെന്ന് തിരക്ക് പോയതാ, അപ്പം ഡൗൺ ആയതാ, പിന്നെ ഒന്നും മുണ്ടിയിട്ടില്ല ഇതുവരെ. അപ്പാ ഒന്നുമില്ല, എന്താണ് അപ്പാ? അപ്പാ 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 ഹലോ ഹലോ, അപ്പ പോയേ. ഇതെന്തേ മരിച്ചാട് സ്വകാര്യം പറയുന്നത്? ആ ഉന്നയില് നാട്ടിലത്തെ പെണ്ണുങ്ങളൊക്കെ സുഖമായിട്ട് കുളിക്കാലോ എന്ന്. വേറെ ഒന്നുമല്ല. എന്താ അപ്പം വരച്ചപ്പോ കണ്ടില്ലല്ലോ, എന്തറ്റി? കയറി ഇരിക്കേ. നിങ്ങൾ കയറി ഇരിക്കാൻ വന്നതല്ല, 2-3 കാര്യങ്ങള് അവതരിപ്പിക്കാൻ വേണ്ടിട്ട് വന്നു. ഞങ്ങൾ എങ്ങോട്ട് ഇറങ്ങണോ? ഇത് ഞങ്ങളെ ആപ്പിയുടെ പേരല്ലേ? വക്കീലേ, എന്നാ കാര്യങ്ങൾ അവതരിപ്പിച്ചേ. നിങ്ങളുടെ ഫാദർ ഈ പുരയുടെ സ്ഥലവും കൂടി ഇവരുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ ഡോക്യുമെന്റ്സ് ആണ് നമ്മളെ കയ്യിലുള്ളത്. അതെങ്ങനെ? ഇജ്ജെന്തങ്ങനെ മുണ്ടാണ്ടിരിക്കണേ? ഞാനെന്താ പറയണു? അതെങ്ങനെയാന്നുള്ളത് നിങ്ങളുടെ തന്തയോട് പോയി ചോദിക്കേ. ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലത്. അല്ലെങ്കിൽ എനിക്ക് അടുത്ത നിയമ നടപടി സ്വീകരിക്കേണ്ടി വരും. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത് ചെയ്യണു? ഇവര് നമ്മൾ ആരാ? ഇവര് നമ്മളെ ആപ്പിയെ നോക്കാൻ വന്ന ഹോംനേഴ്സ് അല്ലേ? എങ്ങനെ ഇവര് പേര് എഴുതി കൊടുക്കണു? തന്തന്റെ സ്വഭാവം വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ തന്ത ഇതല്ല, ഇതിന്റെ അപ്പുറവും ചെയ്യും.